ഞാനൊന്ന് പറഞ്ഞു തീർത്തിട്ട് അണ്ണന് കൈമാറുക. ഞാൻ രാവിലെ മന്ത്രിനെ റിപ്പോർട്ടറാക്കാം. കൈരളിക്ക് വേണ്ടി കെ രാജൻ ഒന്ന് കാര്യം ചോദിച്ചോട്ടെ, സന്തോഷപൂർവ്വം ഒരു കാര്യം ചോദിച്ചോട്ടെ. അണ്ണൻ ഈ യാത്രയുടെ ഈ 36 ദിവസം നീണ്ടു നിന്ന യാത്രയിൽ ഏറ്റവും അനുഭവഭേദിയായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് കടന്നു പോകും വഴി ഒരു കുടുംബനാഥൻ വീട്ടിൽ വരുന്നത് പോലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളുടെയും വാഹനത്തിൻ്റെ മുമ്പിൽ ചെരാത് കത്തിച്ചും പൂക്കളെറിഞ്ഞും സ്നേഹമർപ്പിച്ചും കുട്ടികൾ ഉൾപ്പെടെ ഞാൻ കൊയിലാണ്ടിയിൽ നിന്നുള്ളൊരു അനുഭവം പറഞ്ഞിട്ട് സഹിച്ചേട്ടന് കൊടുക്കുകയാണ്. കൊയിലാണ്ടിയിൽ നിന്നുള്ളൊരു അനുഭവം, ജ്യോതിക എന്നൊരു 5ാം ക്ലാസ്സുകാരി. അപ്പോൾ കൊയിലാണ്ടിയിലെ വേദിയുടെ ഒരറ്റത്ത് നിൽക്കുകയാണ്, ഇങ്ങനെ കൈപൊന്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സി എമ്മിനോട് ചോദിച്ചിട്ടല്ലേ വരാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കൊച്ചുതേ ആ അറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരമായി കൈ കാണിക്കുന്നു മാത്രമല്ല, മൂപ്പര് ഫ്ലൈയിങ് കിസ്സൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരമായി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വിളിച്ചോട്ടെ ചോദിച്ചു. സി എം നല്ല മൂടില്ല, സി എം പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ വിളിച്ചു, മോളെ പേരെന്താ, ജ്യോതിക, എന്നാൽ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ സി എം വിചാരിച്ചൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാവും. അവിടെ നിൽക്കുന്ന PRD കാരനോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്തു. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചെവി കുറിപ്പിച്ച് നിന്നു. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനാ, എന്താ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ സി എമ്മിൻ്റെ ചെവിട്ടി പറയാം, എനിക്ക് വലുതാവുമ്പോൾ അച്ചാച്ചനെ പോലെ ആകണം എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഒരു 5 വയസ്സുകാരി കുട്ടി മുതൽ 103 വയസ്സായ കെ ബേക്കർ സാഹിബിന് വരെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു യാത്രയായി ഈ യാത്ര മാറി. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങയുടെ അനുഭവം പങ്കുവയ്ക്കും. ഒന്നാമത്തെ കാര്യം, ഈ മൈക്ക് അങ്ങ് മേടിച്ചപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി, ഒന്നുകളുടെ പണി കളയരുത്. രണ്ടാമത്തെ കാര്യം, മന്ത്രിസ്ഥാനം പോയാലും ജീവിക്കാൻ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ജ്യോതിക മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ബക്കർ സാഹിബിനെ പറ്റി പറഞ്ഞത് കായംകുളം നമ്മുടെ ജില്ലയാണല്ലോ, പലപ്പോഴും 104 വയസ്സുണ്ട്. അദ്ദേഹം സത്യത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടും അദ്ദേഹം നമ്മുടെ വേദി വന്നിട്ട് ഞാനാ കൊണ്ട് ഇരുത്തിയത്. ഇടയ്ക്കത് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ ഞാൻ ഈ വേദിയിലേക്ക് വരുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്നു, അതിൽ എൻ്റെ ഒരു ആശംസ നേരുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പരിണിതപ്രജ്ഞനായ കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ അത്രയും വലിയ രാഷ്ട്രീയ രംഗത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാൾ അടക്കം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ആദിവാസി മേഖലയിൽ നിന്ന് ഒരു വനിത, അവർ നമ്മുടെ അവിടുത്തെ രാജ്ഞിയാണ്, അവർ പങ്കെടുത്തിട്ട് അവർ വെച്ച നിർദ്ദേശം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ കോളനി പ്രദേശത്ത് 600ഓളം വീടുകൾ ഇന്ന് വീട്ടുകാർ ജീവിക്കുന്നു പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം വഴിയാണ്. അതേ ഒരു നന്ദി ഞാൻ ഈ കണ്ടതിനകത്ത് നല്ലൊരു ശതമാനം ആളുകൾ നന്ദി പറയും, നിർദ്ദേശങ്ങൾ വെക്കുന്നു. അപ്പോൾ ഈ പ്രഭാത യോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവകേരളത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളോടൊപ്പം ചെയ്ത കാര്യങ്ങളുടെ ഒരു കോംപ്ലിമെൻറ്റും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഞാൻ പറഞ്ഞത്, ഇത് കേരളത്തിൽ നടത്തിയതൊരു വലിയ അനുഭവം. പിന്നെ ഇത് ഇന്ത്യയിലും ലോകത്തും നടക്കാൻ പോകുന്ന ഒരു സംഗതിയായി മാറും. കാരണം ജനപ്രതിനിധികളും ഭരണാധികാരികളും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊരു കേരള മോഡൽ നമ്മളിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ സെറ്റ് ചെയ്തു. ഈ കേരള മോഡൽ ഇനിയിപ്പോൾ ജനകീയാസൂത്രണം പോലെ ഈ രാജ്യത്ത് പലരും ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്ന ഒരു മോഡൽ. പക്ഷേ ഈ കേരള മോഡലിൻ്റെ പുതിയ പതിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലക്കം എന്നൊക്കെ പറയുമല്ലോ, അതിനെ പ്രതിപക്ഷം നഖശിഖാന്ത് എതിർക്കുക. ഒരു പോയിന്റിലും ആകെ പറയുന്നത് ഇതൊരു ധൂർത്താണ് എന്ന് പറയുന്ന ഒരു ആക്ഷേപത്തിൽ നിന്നിട്ടാണ് അവർ സമീപിക്കുന്നത്. നിങ്ങൾ സർക്കാർ ജനങ്ങളോട് പറഞ്ഞ ഒരു വിഷയത്തിലും ഒരു സംവാദ സ്വഭാവത്തിൽ ഒരു ചർച്ച നടന്നില്ല. പകരം ഇപ്പോൾ മണ്ഡലങ്ങളുടെ വികസനത്തിൻ്റെ കണക്കെടുത്ത്, ഇപ്പോൾ ഞാൻ സജീവ് ജോസഫിൻ്റെ ഇരിക്കൂറിൽ മന്ത്രി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഇത്രയേറെ വികസനം ഈ പ്രതിപക്ഷ MLA മണ്ഡലത്തിൽ നടന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ചെങ്ങന്നൂർ പോലും ഇത്രയും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ താരതമ്യം ചെയ്ത അദ്ദേഹം. അതുകൊണ്ടാണ് MLAക്ക് വരാൻ പറ്റാത്തതെന്ന് സാന്ദർഭികമായി സംസാരിക്കുന്നത് കേട്ടു. പറവൂര് പോയി പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ പോയി പ്രസംഗിച്ചതേ ഓർമ്മയുള്ളൂ. കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കൂട്ടത്തോടെ ഇളകി, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കേൾക്കുന്നത് മൊത്തം. അത് പിന്നീട് കണ്ടത് മന്ത്രി റിയാസിന് നേരെ ഇന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് അത് നടന്നു വരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി കൊടുത്തു ഇല്ലേ? അത് ഒന്നാമത്തെ കാര്യം, ധൂർത്താണെന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനമില്ല. കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റിന് ജനങ്ങളോട് സംവദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്.
ഈ നടത്തിയ സ്റ്റേജ് കെട്ടിയതും ഈ പന്തലിട്ടതും ഒന്നും ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ് ഒരു പൈസ എടുത്തില്ല. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഞാൻ പരിപാടി എടുത്തു ഒരു പൈസ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എടുത്തു, പൊതുപണമല്ല, ഒരു പൈസ എടുത്തില്ല. ഞാൻ പല എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞു, നിങ്ങൾ ഇച്ചിരി പൈസ സ്റ്റേജിന് സ്പോൺസർ ചെയ്യണം, നിങ്ങൾ ഇച്ചിരി പൈസ പോസ്റ്റ് അടിക്കാൻ തരണം, നിങ്ങൾ ഇച്ചിരി പൈസ. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ പറയുന്നു, ഞാൻ അവിടെ നടപ്പാക്കിയ അല്ലെ പൊതുവെ MLA-മാർ തന്നെ പണം ഞങ്ങൾ അനാവശ്യമായി ആരുടെയും ഒരു ഉദ്യോഗസ്ഥരെയും വെച്ച് ഞങ്ങൾ പിരിപ്പിച്ചിട്ടില്ല. എൻ്റെ മണ്ഡലത്തെ കാര്യം പറയുന്നത് 150 താങ്ങാനായിരിക്കുമല്ലോ. ഒരു ഉദ്യോഗസ്ഥനോടും പറഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥനോട് കൺവീനറായിട്ടിരുന്നുണ്ട്. ഞാൻ MLA എന്നുള്ള നിലയിൽ എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ജനങ്ങളുടെ ഇടയിൽ എൻ്റെ ബന്ധം അനുസരിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കണം. അവരെല്ലാം സഹായിച്ചു നടത്തി. ഇനി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഇവിടെ കാശ് പോയത് എവിടെയാണ്? ദൂർത്ത്. ഞങ്ങൾ ആ പരിപാടി നടത്തിയതിൻ്റെ ഉദ്ദേശം എന്താ? ആ ഉദ്ദേശശുദ്ധിയെ പറ്റിയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നടത്തുമ്പോൾ ഒന്ന് ദൂർത്തെന്ന് പറയുന്നത് ഞാൻ തള്ളുന്നു. കാരണം നാട്ടുകാർ ഇത് ചെയ്യാൻ തയ്യാറാണ്, പിന്നെ ഞങ്ങൾക്ക് പോയി പ്രസംഗിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടേണ്ട കാര്യം. അപ്പോൾ ദൂർത്ത് അടിസ്ഥാനരഹിതമാണ്. ജനങ്ങളുടെ പണമെടുത്ത് മേടിച്ച് സ്പോൺസർ ചെയ്ത പരിപാടികളാണ്. ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പൈസ ഇനി വണ്ടിയിൽ പോയപ്പോൾ ഡീസൽ അടിച്ച് കാണും. ഞങ്ങൾ 21 പേര് കാറിൽ പോയി എത്ര രൂപ ഡീസൽ അടിക്കും? അതിൻ്റെ പിന്നെ 21 ഒന്നല്ലേ ആയിട്ടുള്ളൂ ബസ്സിന്. അപ്പോൾ ആ ഭാഗം അപ്പോൾ ദൂരത്തെന്ന് പറയുന്ന ഭാഗത്തോട് യോജിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ പ്രതിപക്ഷത്തെ ക്ഷണിച്ചു. പ്രതിപക്ഷം വന്നിരുന്നെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വിമർശനത്തിന് കുറച്ചുകൂടി ശക്തി പകരുമായിരുന്നു. വിമർശനം ഉണ്ടായില്ലെന്നല്ല, ഈ യോഗങ്ങളിൽ പ്രഭാത യോഗങ്ങളൊക്കെ ശക്തമായ വിമർശനം ഉണ്ടായല്ലോ. അങ്ങ് കണ്ടല്ലോ പലയിടത്തും. ഇന്നലെ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തണം. ഞങ്ങളൊരു വിമർശനത്തിന് അതീതരൊന്നുമല്ല, വിമർശനം കേൾക്കാൻ വേണ്ടി കൂടിയാണ് പോയത്. എന്താണ് 7.5 വർഷം ചെയ്തത്? ആ 7.5 വർഷം ചെയ്ത കാര്യങ്ങളിൽ ഇനിയും എന്തെങ്കിലും മാറ്റകേറ്റങ്ങൾ വരുത്തണോ? ആ വിമർശനം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞതിന് മറുപടിയായി പറഞ്ഞല്ലോ, അത് നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യാം. എന്താണോ അങ്ങ് ഉദ്ദേശിച്ചത് ആ കാര്യം നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യാം എന്ന് പറയുന്നതിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ നമുക്ക് വിമർശനങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നവകേരള സൃഷ്ടിയിലേക്ക് കേരളം അടുത്ത 2.5 വർഷക്കാലം ഉണ്ടാക്കേണ്ട സ്ട്രാറ്റജി അത് പ്ലാൻ ചെയ്യുക. ഈ പറഞ്ഞ എല്ലാ കാര്യവും നമുക്കിപ്പോൾ നടപ്പാക്കാൻ വേണ്ടി അല്ലല്ലോ, ഒരുപാട് നിർദ്ദേശങ്ങൾ വരും, അങ്ങനെ നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല. പക്ഷേ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. അതിലേക്ക് ഞങ്ങൾ എത്തി, അത് വിജയിച്ചു. മൂന്നാമത്തെ കാര്യം, പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ബഹിഷ്കരിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ ഇപ്പോൾ ഈ പറഞ്ഞ പിന്നെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിച്ചല്ലോ, സജീവിൻ്റെ, പിന്നെ ഇരിക്കൂർ മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിച്ചല്ലോ. ഞാൻ പ്രസംഗിച്ച് ഞാൻ അവിടെ പോയി എല്ലാ കണക്കെടുത്തു. ആ ഇരിക്കൂർ മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ നടപ്പാക്കിയ മണ്ഡലം വികസനം 140 മണ്ഡലങ്ങളിലും ചെയ്തു. ആ 140 മണ്ഡലങ്ങളിൽ 1, 2, 3 എന്നും പറഞ്ഞ് ഞാൻ അക്ക വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളവിടുത്തെ കൈയടി ശ്രദ്ധിച്ചു. ഞാൻ കൈയടിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഇടതുപക്ഷം ചെയ്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങൾ അടിക്കാൻ പറഞ്ഞു. ഒരേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിയും കൊണ്ടുണ്ട്. പിന്നെ ഞാൻ അടിയോടടിയായി. ഞാൻ പറഞ്ഞു ജനങ്ങളുടെ ഒരു എന്താ MLA അവിടെ ബഹിഷ്കരിച്ചപ്പോൾ ഞങ്ങളവിടെ വന്നിട്ട് ഇത് പറയുന്നു, ഞങ്ങൾ ചെയ്തിട്ടാണ് പറയുന്നത്. ചെയ്യാത്ത കാര്യം ചിലത്തെ പറയാൻ പറ്റുമോ? ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. പറവൂര് ചെന്നപ്പോൾ എന്താ സംഭവം? പറവൂര് സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ തരത്തിൽ പറവൂരിൽ VD സതീശൻ വികസന പ്രവർത്തനം നടത്തിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 22.5 വർഷമായി. 22.5 വർഷക്കാലം ഒരു വർഷം 5 കോടി വെച്ച്, അല്ല 6 കോടി വെച്ച് എത്ര ആവുന്ന കൂട്ടിയാൽ മതി. 22.5 വർഷം ഒരു വർഷം 6 കോടി വെച്ച് MLA-യുടെ ആസ്തി 22x6 പെട്ടെന്ന് കൂട്ടി 22x6 കൂട്ടി 132 കോടി അല്ലേ 120 കോടി രൂപ ഒരു MLA-യുടെ കിട്ടിയാൽ 10 സ്കൂൾ കെട്ടിടം പണിയാം, 1 കോടി വെച്ച് കൊടുത്താൽ മതി. 10 ഹോസ്പിറ്റൽ പണിയാം, 1 കോടി വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഈ കൊടുത്ത പണം പോലും ലാപ്സാക്കിയെന്നാണ് ഞാൻ ഉന്നയിച്ചത്. എന്ന് വെച്ചാൽ അവിടെ കാണാനില്ല. പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം നടപ്പാക്കിയ പദ്ധതികൾ ഞാനോട് ഉന്നയിച്ചു. ഒരു MLA ചെയ്യേണ്ട പ്രവർത്തനം പ്രതിപക്ഷ നേതാവ് ചെയ്തില്ല. അല്ല അദ്ദേഹത്തെ മോശപ്പെടുത്താൻ വേണ്ടിയല്ല. ഞങ്ങളുടെ നിർദ്ദേശം എന്താ, ഈ 2.5 വർഷക്കാലമുണ്ട്, വരൂ മിസ്റ്റർ സതീശൻ, വരൂ, നമുക്കത് ചർച്ച ചെയ്യാം. പറവൂരിൽ എന്തെങ്കിലും കുറവുണ്ടോ? നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഗവൺമെന്റിന്റെ ഭാഗത്ത് വേണോ? ഇതാണ് ഞങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടുന്നില്ല. അദ്ദേഹത്തിന് ചൊടിച്ചു കാണും. ഞാനത് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണല്ലോ പിന്നെ അദ്ദേഹം തുടങ്ങിയത്. എന്നെ ആക്ഷേപിച്ചു. അത് കഴിഞ്ഞ് റിയാസിനെ പറ്റി പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇന്നലെ പാറശാലയിലെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഒരാടെ ഔദാര്യം കൊണ്ട് മന്ത്രിയായാണല്ല റിയാസ്. ഞാൻ ഇന്നലെ അങ്ങനെ തന്നെ പറഞ്ഞു. എന്താ കാര്യം? അയാൾ SFIയിൽ കൂടെ വളർന്നു വന്നു. അയാൾ 13ാമത്തെ വയസ്സിലാണ് സ്കൂളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്തുന്നത്. ഞാൻ അയാളെ പറ്റി പരിശോധിച്ചപ്പോൾ മനസ്സിലാകും. ഞാനൊക്കെ പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പ് പ്രവർത്തിച്ച ആളാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ എല്ലാ ക്രൈറ്റീരിയ നോക്കത്തില്ലേ? ഇപ്പോൾ വനിതാ പ്രാതിനിധ്യം നോക്കി, യങ്സ്റ്റേഴ്സ്, സജി ചെറിയാൻ ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം മന്ത്രിയാക്കാൻ പറ്റുമോ? ഞാൻ 59 വയസ്സായില്ലേ, ഞാൻ കഴിഞ്ഞു, എൻ്റെ ചെറുപ്പമൊക്കെ പോയി. ഇപ്പം നമ്മുടെ ജയിച്ചു വന്നതിനകത്ത് യങ്സ്റ്റേഴ്സായിട്ട് നമുക്ക് അഖിലേന്ത്യാ ലീഡർഷിപ്പ് പ്രവർത്തിച്ച ഒരു കരുത്തുറ്റ ലീഡർഷിപ്പ് നേതാവ്, അതിന് കഴിവുണ്ട്, പ്രാപ്തൻ, അയാളെ നമ്മുടെ പാർട്ടി ചർച്ച ചെയ്ത് മന്ത്രിയാക്കി. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയാമോ? ഇപ്പം എൻ്റെ മകളെ നാളെ ഒരാൾ രാഷ്ട്രീയക്കാരൻ വന്ന് കല്യാണം കഴിച്ചാൽ
അയാളുടെ കഴിവ് കൊണ്ട് എവിടെങ്കിലും എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സഹായമാണെന്ന് പറയേണ്ട കാര്യം ചെറിയൻ്റെ അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യമില്ല എന്ന്. അല്ല. അതേ സമയത്ത് പിന്നെ ഇപ്പം കെ മുരളീധരൻ്റെ രാഷ്ട്രീയം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ അച്ഛൻ്റെ കെയർ ഓഫ് നേതാവായതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകൾ കേരളത്തിൽ നേതാക്കന്മാരായി കാണും. ഇത് ഒരിക്കലും അത് ശരിയല്ല. കാരണം മന്ത്രി റിയാസിനെ കുറിച്ച് എപ്പോഴും ഇടതുപക്ഷത്തിൽ ഇതേക്കുറിച്ച് വരുമ്പോൾ പറയുന്നതാണ് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അതിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ വന്നു. ഇന്ന് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി വന്നു, സെക്രട്ടേറിയറ്റ് വന്നു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് വളർന്നു വരുമ്പോൾ അതൊരു വകുപ്പ് അയാളെ ഏൽപ്പിച്ചു. ഇതെന്താ നമുക്ക് തെറ്റ് പറയാൻ കഴിയുന്ന സ്ഥലത്ത് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? അപ്പം ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുക, അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒത്തിരി അങ്ങ് തരം താണ് ആ കാര്യത്തിൽ. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നാലാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വലിയൊരു വിജയകരമായ ഒരു പ്രവർത്തനമായി ഇത് സമാപിക്കുകയാണ്. അപ്പോൾ ലക്ഷം ആളുകൾ ഇതിലേക്ക് അണിനിരുന്നല്ലോ. ഇത് അവരെ വല്ലാതെ മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും വലിയ ഒരു എളുപ്പ വഴി കലാപം ഉണ്ടാക്കുക. ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്ന് നിങ്ങൾ കണ്ടോ, ഇന്ന് സംഘർഷപൂരിതമായിരിക്കും തിരുവനന്തപുരം. ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ്. വടിയും ആളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പിന്നെ മുളക് പൊടി എല്ലാം റെഡിയാക്കിയിട്ടിരിക്കും. കനലുകൾ ചിതയാക്കുമെന്നാണ് പറഞ്ഞത്. അതെ, എന്തിനാ, ആരോടാണ് ഇവർക്ക് വിരോധം? എവിടെങ്കിലും ഇവർ വന്ന് ഞങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടായെന്നല്ല ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ പോയോ? അപ്പൊ ഇവര് ഈ സദസ് കടന്നു വന്ന നടത്തിയ സ്ഥലങ്ങളിലെല്ലാം പരമാവധി ആക്രമണത്തിന് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഏറ്റവും അവസാനം ഇന്ന് സമാപിക്കുന്ന ദിവസം സമാധാനപരമായി സമാപിച്ച് ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുക്കേണ്ട ഈ ദിവസം ഈ തിരുവനന്തപുരത്ത് കലാപം സംഘടിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്ന ശ്രമമാണ്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ ഇത് അംഗീകരിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. യാതൊരു സംശയവും വേണ്ട, ഇതൊരു വലിയ ജനമുന്നേറ്റമായി മാറി. ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ നിസ്സഹകരണം മാത്രമല്ല, അക്രമസക്തമായ ഈ സമരവും നീക്കവും കേരളത്തിലെ പൊതുസമൂഹം തള്ളും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിനും ഗവൺമെന്റിനും കുറച്ചുകൂടി ശക്തമായ പിന്തുണ കേരളത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയം. ഒരു കാര്യം കൂടെ പറയണ്ട മിനിസ്റ്റർ, ഇത്രയും ഗൗരവതരമായ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി ആളുകൾക്ക് കേൾക്കാൻ കൗതുകമുള്ളൊരു കാര്യമുണ്ടാകും. ആ ബസ്സിലെ യാത്രയെക്കുറിച്ച് മുഖ്യമന്ത്രി മുന്നിലിരുന്ന് നമ്മളൊരു കുടുംബം പോലെ ഇങ്ങനെ പോകുന്നു, എല്ലാവരും ഒരുമിച്ച് സംസാരിച്ച് പോകുന്നു. ആ യാത്രയെക്കുറിച്ച് കൂടി ഒന്ന് പറയുന്നത്. വലിയൊരു അനുഭവമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് യാത്രകൾ നടന്നിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ഒരു ഗവൺമെന്റിന്റെ ഒരു മൊത്തം മന്ത്രിമാരും കൂടി ചേർന്ന് പോകുന്ന ഒരു യാത്രയും. ഞാൻ ഈ പ്രതിപക്ഷ നേതാവ് നമ്മുടെ മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചല്ലോ ഒരുപാട് പേർ. മന്ത്രിമാർക്കാർക്കും സംസാരിക്കാൻ പറ്റില്ല, എല്ലാവരും അദ്ദേഹം പറയുന്നത് കേട്ടോണം. സത്യത്തിൽ പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്വതന്ത്രമായി പറയാനും അത് കേൾക്കാനും അദ്ദേഹത്തിന് അതിൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യും. എങ്കിൽ ഞങ്ങൾ പറയുന്നതിനകത്ത് ശരിയാണെങ്കിൽ അത് 100% അംഗീകരിക്കുകയും ചെയ്യും. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ സമാപിക്കുമ്പോൾ പി പ്രസാദിൻ്റെ ഒരു ചെറിയ ഒരു അവതരണം ഉണ്ടായിരുന്നു. ചില ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വണ്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു അവതരണം ഉണ്ടായിരുന്നു. ഏതാണ്ടൊരു 30 മിനിറ്റ് കൈ അടിച്ച് മുഖ്യമന്ത്രി ചിരിക്കുകയായിരുന്നു. ഒരുപാട് സാധനങ്ങൾ പുള്ളി ഇറക്കി. ഞങ്ങളെല്ലാവരും ഇറക്കി കൂട്ടത്തിൽ ഒരുപാട് സാധനം പുള്ളി ഇറക്കി. ഇനി നമ്മൾ കാണുന്ന ഒരു പിണറായി വിജയനെ ഞങ്ങൾ വണ്ടിയെ കണ്ടു നമ്മൾ ഈ പ്രചരിപ്പിക്കുകയല്ലേ. ഇദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ കാലത്ത് വന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ രീതികൾ ചിലപ്പോൾ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത്ര നിർമ്മല ഹൃദയത്തോടു കൂടി, ഇത്ര സ്നേഹത്തോടു കൂടി ഓരോരുത്തരുടെയും, ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന മന്ത്രിമാർക്കൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു, ഇത് മുഴുവൻ കൃത്യമായി ഇടപെടും. ഓരോ മന്ത്രിയുടെയും കാര്യങ്ങൾ ഇടപെടും, ഓരോ വകുപ്പിൻ്റെ കാര്യങ്ങൾ ഇടപെടും, എല്ലാം ചോദിക്കും. തമാശകൾ. അതുകൊണ്ടാണല്ലോ ഈ പ്രഭാത യോഗത്തിൽ താങ്കളുടെ വകുപ്പിനെ കുറിച്ച് ഒരു കാര്യം വരുമ്പോൾ തിരിച്ചു മന്ത്രിയോട് ചോദിക്കാതെ തന്നെ മുഖ്യമന്ത്രിക്ക് എല്ലാം അറിയാം, കുറിച്ച് വെച്ച് മറുപടി പറയും. എന്നോട് ചിലർ ചോദിച്ചു ഈ മറുപടി ആരാ തയ്യാറ്? ഞാൻ പറഞ്ഞു ഒരാളും തയ്യാറാക്കുന്നതല്ല, അദ്ദേഹം കേട്ടിട്ട് നിങ്ങൾ പറയുന്നത് കേട്ട് മറുപടി അദ്ദേഹം സ്പോട്ടിൽ തരുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഈ അദ്ദേഹത്തോട് എന്ത് സംസാരിക്കുക. ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി വൈകിട്ട് ഞങ്ങൾ സമാപിക്കും 30 മിനിറ്റാണ് പ്രസാദിന്റെ ഒരു മിമിക്രി പ്രോഗ്രാം ഞങ്ങൾ വണ്ടിക്കകത്ത് നടത്തിയത്. ഞങ്ങൾ പല കാര്യങ്ങളും തമാശകൾ അത് ഭയങ്കരമായിട്ട് പുള്ളി ആസ്വദിച്ചു, എല്ലാവരും ആസ്വദിച്ചു. അപ്പം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവിന് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു ഭീകരജീവിയായിട്ട് ഇങ്ങനെ കാണിക്കണം, ചിത്രീകരിക്കണം. അതിലൂടെ എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്നായിരിക്കും. ഇതൊന്നും അടിസ്ഥാനപരമായി ഞാനൊരു കാര്യം കൂടെ പിന്നെ ശ്രദ്ധ പറയാം. ഇത്രയും പ്രഭാതവും നടന്നല്ലോ, ഏതെങ്കിലും ഒരു വ്യക്തിയെ അദ്ദേഹം കാര്യത്തിൽ സംസാരിച്ചു? നിങ്ങൾ ശ്രദ്ധിച്ചു? അദ്ദേഹത്തിനെതിരായിട്ടും അനുകൂലമായിട്ടും നെഗറ്റീവായി പോസിറ്റീവായിട്ട് അഭിപ്രായങ്ങളൊന്നുമല്ലോ. വളരെ പക്വമായി ഓരോന്നിനും മറുപടി കൊടുത്തു. വിമർശിച്ചവരോടും പറഞ്ഞു ശരി നമുക്കത് പരിശോധിക്കാം,
നിങ്ങളുമായിട്ടിരുന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങനെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ അതുവിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ പിന്നെ സമരങ്ങൾ അനാവശ്യമായി നടത്തുക, അക്രമം നടത്തുക, ഇതൊക്കെയാണ് കേരളത്തിൽ ഉയർന്നു വരുന്നതെങ്കിൽ ജനങ്ങളൊന്നും അത് അംഗീകരിക്കത്തില്ല. നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അങ്ങ് ചോദിച്ച ചോദ്യം, ഈ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. കാരണം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇതുപോലെ യോഗങ്ങളിലൊക്കെ പോയിരുന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇത് ഇനിയും തുടർന്ന് രാജ്യത്തെമ്പാടും ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വർഷവും ഇത് നടത്തണമെന്നാണ്. അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കമന്റുകൾ ഓരോ ദിവസവും ഞങ്ങളുടെ മുമ്പിലേക്ക് വരാറുണ്ട്. ഇത് നിർത്തരുത്. പല സ്ഥലത്തും ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇത് തുടരേണ്ട ഒരു ശൈലിയാണ്. നമ്മുടെ മെസ്സേജുകളിലും അത് വരുന്നുണ്ട്. ഏതായാലും അത്ര എളുപ്പവുമല്ല, അങ്ങനെയും കൂടിയുണ്ട്. ഒരു വലിയ അധ്വാനം അതിന് പിന്നിലുണ്ട്, ശാരീരിക അധ്വാനമുണ്ട്, അല്ലേ? സമയത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. നോക്കുമ്പോൾ കാണുന്ന ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും തുടരെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു പൈസ നമ്മൾ കയ്യിൽ നിന്ന് മുടക്കേണ്ട കാര്യമില്ല, ഒരു ചിലവും വരില്ല. ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ട് അവർ പറയും, മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിക്കാം, നിങ്ങൾ വന്നാൽ മതി. ആ സ്പോട്ടിൽ നമുക്ക് ഇഷ്യൂസ് തീർക്കാം. അങ്ങനെ ഇപ്പം നമുക്ക് വന്ന ആ ഒരു ഉറപ്പ് 36 ദിവസത്തെ അനുഭവത്തിൽ നിന്ന് ജനങ്ങളുടെ മുമ്പാകെ മന്ത്രി ഞാനിപ്പോൾ ഉറപ്പിച്ചൊരു കാര്യം പറയുന്നത്, എൻ്റെ വകുപ്പ് 3 വകുപ്പ്, ഈ 3 വകുപ്പുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പരാതികളും 100കണക്കിന് നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ചു വരുന്ന 2.5 വർഷത്തിനുള്ളിൽ അതിലൊരു 80% നടപ്പാക്കും. പരാതികൾ കിട്ടിയ പരാതികൾ പ്രോസസ് ചെയ്ത് തുടങ്ങി, കഴിഞ്ഞു. പലതിനും ഞങ്ങൾ പിന്നെ പരിഹാരം കണ്ടു കഴിഞ്ഞു. അതിന്റെ കണക്ക് വേണമെങ്കിൽ നാളെ, ഇതുവരെ വന്നതിന്റെ ഒരു കണക്ക് വേണമെങ്കിൽ നാളെ പറ്റുന്നത് ഞാൻ തരാം. എടുത്തു നോക്കൂ, ഇടയ്ക്ക് കാണാം. ഇന്ന് തരാം. പിന്നെന്താ, ഞങ്ങളുടെ പല മത്സ്യത്തൊഴിലാളി മേഖലയിലെ പല ഇഷ്യൂസ് നമ്മൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു നമ്മൾ വന്ന വഴിക്ക്, ഞാൻ മണ്ഡലം ഓർക്കുന്നില്ല, മരിച്ചുപോയ ഒരു മത്സ്യത്തൊഴിലാളിയുടെ പണം, അവർക്ക് വർഷങ്ങളായി കിട്ടാതിരിക്കുന്ന ഈ പിന്നെ ഇൻഷുറൻസിന്റെ പണം ഇതിനകത്ത് പരാതി കൊണ്ട് തന്നു. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ വേണേൽ ഇന്ന് അതിന്റെ കണക്കെടുത്ത് തരാം. എൻ്റെ പിന്നെ മൊബൈലിനകത്ത് നമ്മളത് പരിഹരിച്ചു. അവർക്ക് പണം കൊടുക്കാൻ ഏതാണ്ട് 47ഓളം തീരദേശ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. 47 തീരദേശ മണ്ഡലങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പ്രോസസ്സിംഗ് ഏതാണ്ട് തിരുവനന്തപുരം ഒഴിച്ചുള്ള കൊല്ലം വരെ ആയോ? ഞങ്ങൾ മിക്കവാറും എല്ലാ ജില്ലയിലും വന്നതെല്ലാം എടുത്തു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ കാര്യങ്ങൾ ഇപ്പം തന്നെ അതിന് പരിഹാരം കണ്ടു. നടക്കുന്നതാണെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞാൽ നടത്തി കൊടുക്കും. നടക്കാത്തതാണെങ്കിൽ അവരെ അറിയിക്കും, ഇന്ന കാരണം കൊണ്ട് നടക്കില്ല. വ്യക്തതയില്ലാത്ത പരാതികളോ? ചില പരാതി മുഖ്യമന്ത്രി ആദ്യ ദിവസം പറഞ്ഞു, ചില പരാതികൾ വ്യക്തതയില്ല. അങ്ങനെ മനുഷ്യരല്ലേ എഴുതുന്നത്. അഡ്രസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഫോൺ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്തിട്ട് വ്യക്തത വരുത്തും. വേറെ സംശയം വേണ്ട. ഒരാളിപ്പം ചുമ്മാ എഴുതി വെച്ചു, ഉറപ്പ് 100%. ഞങ്ങൾ ആരെയും കളിപ്പിക്കാൻ വേണ്ടി നടത്തിയ യാത്രയൊന്നുമില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഞങ്ങൾ 20 പേരും സിൻസിയറായിട്ട് പ്രവർത്തിക്കുകയാണ്. അല്ല, ഞങ്ങൾ ചോദിക്കുന്നത് അത് മന്ത്രിമാരുടെ ഉത്തരവാദിത്വം. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ഉറപ്പ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മാധ്യമ പ്രവർത്തകർ 100% ഉറപ്പിച്ചു. ഓരോ വകുപ്പ് ഇതുപോലെ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അത് ചെയ്തിരിക്കും. ജനങ്ങൾ തന്ന ഒരു പരാതിയും വഴിയിൽ ഉപേക്ഷിക്കില്ല. അത് പരിഹാരം കണ്ടിരിക്കും. ഇതേ കാര്യം മുഖ്യമന്ത്രിയുമായി ആ വാഹനത്തിൽ വെച്ച്, ബസ്സിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ചു. നാട്ടുകാർ കുറേ ആളുകൾ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ എവിടെ നടക്കാൻ, ഇതൊക്കെ വെറുതെ എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, നടക്കും, പ്രത്യേക പരിഗണനയോടുകൂടി. അത് പറയുമ്പോഴത്തേക്ക് ഉത്തരം പറയുന്ന ഒരാളിന്റെ മുഖത്തിലും ശബ്ദത്തിലും വരുന്ന മാറ്റം ചോദ്യം ചോദിക്കുന്ന ഞങ്ങൾക്കറിയാം. ആ നിലയിൽ ഞാനത് മനുവിനോട് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് എൻ്റെ 3 വകുപ്പിന്റെ 27-ാം തീയതി ഞാൻ 11 മണിക്ക് ശേഷം ഞാൻ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ വന്ന നിർദ്ദേശങ്ങളും പരാതികളും എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ല പരിഹരിക്കേണ്ടത്, അതിന്റെ യോഗം നമ്മൾ ഉദ്യോഗസ്ഥർക്ക് വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി തന്നെ ഈ അവലോകനം ചേരാൻ സാധ്യതയുണ്ട്. ഓരോ വകുപ്പും ഈ കിട്ടിയ പരാതികൾ എന്ത് ചെയ്തു ഇതിന് ശേഷം മുഖ്യമന്ത്രി ഞങ്ങൾ ഒരു ഡിസ്കഷൻ നടത്തിയ ശേഷം അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഇപ്പൊ തന്ന നിർദ്ദേശം എന്താണ്? ഇപ്പോൾ തന്ന ഈ പരാതി ഇന്നിപ്പോ തീരാൻ പോവുകയാണല്ലോ. ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കേണ്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കഴിഞ്ഞാൽ സർക്കാരിലേക്ക് വരേണ്ട കാര്യങ്ങൾ, നയപരമായ ചില വിഷയങ്ങൾ അത് സർക്കാരിലേക്ക് വരും. മന്ത്രിമാർ ഇടപെടേണ്ട കാര്യങ്ങൾ, മുഖ്യമന്ത്രി ഇടപെടേണ്ട കാര്യങ്ങൾ, ക്യാബിനറ്റിലേക്ക് പോകേണ്ട കാര്യങ്ങൾ തിരിക്കും. അത് ഓരോന്നിനും പരിഹാരം കണ്ട് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഇത്ര പരാതി വന്നു, ഇത്ര കാര്യത്തിൽ പരിഹാരം കണ്ടു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അടുത്ത വർഷം മിക്കവാറും നടത്താൻ ആലോചിക്കും. ആലോചിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അല്ല, അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 26-ലെ വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ മുമ്പായിട്ട് നടത്താമല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ 2.5 വർഷം കൊണ്ട് നമ്മൾ ഈ ഒത്തിരി കാര്യം ചെയ്യാൻ പോകും. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് നടത്താമല്ലോ, ഒന്നുകൂടെ പോകാമല്ലോ. നമ്മൾ നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന ചെയ്തിട്ടുണ്ട്, ഇതിന് കുറവ് വന്നിട്ടുണ്ട്, ഇനി വല്ലതും നിർദ്ദേശിക്കാനുണ്ടോ നമുക്ക് അറിയാമല്ലോ. എന്തായാലും കുറെ കാര്യം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ എത്ര ഈ സർക്കാരിനോടുള്ള കേരള ജനതയുടെ താല്പര്യവും വിശ്വാസവും വർദ്ധിച്ചോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 100% എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ അക്രമസക്തമായ സമരങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ ഒഴുകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിന്നിൽ